പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 56 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം, Psalm 56 verse 8. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ. പ്രൈസ് ദ ലോർഡ്. കർത്താവാണ് നമ്മെ സൃഷ്ടിച്ചത്. കർത്താവാണ് നമ്മുടെ ഇമോഷൻസിനെയും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇമോഷൻസ് നമ്മോട് പറയുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും എങ്ങനെയൊക്കെ സംഗതികൾ ഫീൽ ചെയ്യുന്നു ഉള്ളതെന്നാണ്. നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ എന്തുവാണ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ, അതിൻ്റെ ഒരു സൈനാണ് ഇമോഷൻസ്. നമ്മുടെ ഹാർട്ട് എങ്ങനെ ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യും. നമ്മൾ ഓടുമ്പം ഇല്ലേ, നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പം സ്ലോ ആയിട്ടായിരിക്കും ബീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നെർവസ് ആകുമ്പം ഇറാറ്റിക്കലി നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഇമോഷൻസ് ഇൻ റെസ്പോൺസ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട്സ് അസ് അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത്, നാം ഏതനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ഉള്ളത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഇമോഷൻസിന് ഷിഫ്റ്റ് ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നമുക്ക് ഉള്ള ഒരു ഫീലിങ്സും ഇല്ലാതെ പച്ചയായൊരവസ്ഥയിൽ നാം ഇരുന്ന് പോകും. ഹല്ലേലൂയ. നമ്മുടെ ഫീലിങ്സിൻ്റെ ചില അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിൽ ചില ആൾക്കാർ പറയും, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവരുള്ളിലൊട്ടും സ്ട്രോങ് അല്ല, അവരുടെ അകത്തുള്ള എല്ലാം അവരുടെ മുഖത്ത് കാണാം അല്ലേ. എന്നാൽ ചില ആൾക്കാർ ചിരിക്കാൻ പോലും മറന്നു പോകും. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ജീവിതത്തിൽ ചിരിക്കത്തില്ല. കാരണം ചിരിച്ചാൽ അവർക്ക് പേടിയാണ്. അവർ പറയും, ആ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് ഇവർക്കൊരു വിചാരമില്ല, ആ വ്യക്തിയോടൊരു സ്നേഹമില്ല, അവർ അതുകൊണ്ട് ഒട്ടും സാഡല്ല. കണ്ടില്ലേ അവരുടെ മുഖം ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, സത്യം ഞാൻ പറയാം. ഹല്ലേലൂയ. തിരുവചനാടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയാം, ഒരു ഇമോഷൻസും തെറ്റല്ല. നമ്മൾ ദുഃഖിച്ചിരുന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വിശ്വാസമില്ലെന്നല്ല. നമ്മൾ ഹാപ്പിയായിട്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിനൊന്നും കെയർ ചെയ്യുന്നില്ല എന്നല്ല. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ഹാപ്പി ഓർ സാഡ് ഓർ ആംഗ്രി. ഇറ്റ്സ് ഓക്കെ. ഹല്ലേലൂയ. നിനക്ക് ഒരു ഇമോഷൻ ഇപ്പോഴും, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഇമോഷൻ കുറച്ച് കഴിഞ്ഞും നിൻ്റെ ജീവിതത്തിൽ വന്നേക്കാം. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല കേട്ടോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് സെയിം ടൈമിൽ തന്നെ പലവിധമായിട്ടുള്ള ഇമോഷൻസിൽ കൂടെ നമുക്ക് കടന്നു പോകാം അല്ലേ. യേശു നമുക്കറിയാം, ബെഥാന്യ ഭവനത്തിലെ എല്ലാവരുടെയും, മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും എല്ലാം വീട്ടിലെപ്പോഴും വിസിറ്റ് ചെയ്ത ഭവനത്തെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാസറസ് സഹോദരൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ യേശുവിനെ കരുതിയതെന്ന് നമുക്കറിയാം. മരിച്ചതും യേശു അവസാനം ലാസറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് യേശു കർത്താവ് ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയുടെയും മറിയയുടെയും കൂടെ ചില സമയങ്ങളിൽ ചെലവഴിച്ചത് നമുക്ക് അറിയാം. അവരുടെ സഹോദരൻ, അതും ഏക സഹോദരൻ മരിച്ചു പോയത് നിമിത്തം അവർ വളരെ അപ്സെറ്റായിരുന്നു. തന്നെയുമല്ല, യേശു കർത്താവിനെ വിവരം അറിയിച്ചിട്ടും യേശു കർത്താവ് ആ തക്ക സമയത്ത് അവിടെ എത്താഞ്ഞത് മൂലം അവർക്ക് അതിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഖേദമുണ്ടായിരുന്നായിരിക്കാം. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ യേശുവിനറിയാമായിരുന്നു അവൻ വന്നത് ലാസറിനെ വീണ്ടും ജീവിപ്പിക്കാനാണെന്ന്. യേശുവിനത് അറിയാമായിരുന്നല്ലോ. ഹീ സ്റ്റിൽ ക്രൈഡ് ആൻഡ് വാസ് അപ്സെറ്റ് അല്ലേ. എന്നിട്ട് പോലും യേശു കർത്താവ് കരഞ്ഞു. എന്തിനാണ് യേശു കർത്താവ് കരഞ്ഞത്? യേശു കർത്താവിനറിയാം അവനെ യേശു കർത്താവ് ഉയർപ്പിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ he still cried and was upset. His sadness doesn't mean that he didn't have faith
ഓർ ദാറ്റ് ഹി വാസ് ഇൻ സ്ട്രോങ്. അതിൻ്റെ അർത്ഥം അതല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ യേശു കർത്താവും വേദന ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ഹേർട്ട് ആൻഡ് പെയിൻ അത് ഫീൽ ചെയ്യുന്ന ഒരാളാണ് യേശു കർത്താവ്. യേശു കർത്താവ് തൻ്റെ സാഡ്നെസ് ഹൈഡ് ചെയ്ത് വെച്ചില്ല. പ്രൈസ് ഗോഡ്. ഞാൻ കരഞ്ഞാൽ ഈ ലാസറിൻ്റെ സഹോദരിമാർ പിന്നെയും വിഷമിക്കാൻ തുടങ്ങുമല്ലേ, അവരും കരയാൻ തുടങ്ങുമെന്നോർത്ത് അവൻ തൻ്റെ ആ വിഷമം മറച്ചും വെച്ചില്ല. യേശു കർത്താവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, ഓ ഇത് മരിച്ചു പോയതൊരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്നേ, ദാറ്റ്സ് സോ സില്ലി, ഡോണ്ട് ബി സാഡ്, ഇപ്പം തന്നെ എല്ലാം ടേൺ ഔട്ട് ചെയ്യുന്നത് കണ്ടോ എങ്ങനെയാണെന്ന് എന്നും പറഞ്ഞ് അവരോട് സംസാരിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ യേശുപ്പച്ചൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. ജീസസ് റെസ്പോണ്ടഡ് ടു പെയിൻ വിത്ത് ഹിസ് ടീയേഴ്സ്. ഇന്ന് രാവിലെ കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരിമാരോട്, പ്രൈസ് ഗോഡ്. ഞാൻ പലപ്പോഴും സഹോദരിമാരെന്ന് പറയുന്നത് ഞാൻ കൂടുതലും അവരോടാണല്ലോ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറുള്ളതും. മീറ്റിങ്ങുകൾ പോലും പലപ്പോഴും ഹല്ലേലൂയ സഹോദരിമാരുടെ ഇടയിലാണല്ലോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റഡായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഹല്ലേലൂയ, നാം ഒരുമിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരാണല്ലോ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീസസ് റെസ്പോണ്ടഡ് ടു പെയിൻ വിത്ത് ഹിസ് ടീയേഴ്സ്. അവർ പെയിൻ മാറ്റേഴ്സ്. ദൈവ പൈതലേ, നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മൾ ഹൃദയത്തിൽ അനുഭവിക്കുന്ന നൊമ്പരം, അത് ദൈവത്തിന് വിഷയമാ, അത് ദൈവത്തിന് വിഷയമാ. പ്രൈസ് ഗോഡ്. ബൈബിള് പറയുന്നത് ദൈവം ഹി കീപ്സ് എ ട്രാക്ക് ഓഫ് ഓൾ അവർ സോറോസ്. ഹല്ലേലൂയ. അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും ടിയേഴ്സ് അവൻ കളക്ട് ചെയ്യും. ഹല്ലേലൂയ. നീ എന്തെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുള്ള ടിയേഴ്സ്, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കരഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഇന്ന് കരഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച കരഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഒന്നും വേസ്റ്റായി പോയിട്ടില്ല കേട്ടോ. യേശു കർത്താവ് അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോ ഹേർട്ട് ഈസ് ടു ലിറ്റിൽ ഓർ ടു സില്ലി. സില്ലി അല്ല, ദേ ഓൾ മാറ്റർ. നീ സാഡ് അല്ലെന്ന് എത്ര നീ പ്രിറ്റൻഡ് ചെയ്താലും, നീ നിൻ്റെ സാഡ്നെസ് എത്ര ഹൈഡ് ചെയ്ത് വെച്ചാലും ഹല്ലേലൂയ അത് നിന്നെ സ്ട്രോങ് ആക്കത്തില്ല. ഹല്ലേലൂയ. അത് മറ്റുള്ള ആൾക്കാർക്ക് അത് നല്ലതാണെന്നൊട്ട് തോന്നത്തുമില്ല. ഞാൻ പറയാം, യു ഡോണ്ട് ഹാവ് ടു ബി എംബാരസ്ഡ് അബൌട്ട് അവർ സാഡ്നെസ്. ഗോഡ് കെയർസ് അബൌട്ട് അവർ ഫീലിങ്സ്. പ്രൈസ് ഗോഡ്. ആ നല്ല ദൈവത്തെ സേവിപ്പാൻ നമുക്കിടയായത് എത്ര വലിയ ഭാഗ്യമാണ് അല്ലേ. ഈ നല്ല ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ആ ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഉറപ്പോടെ പറയാൻ പറ്റുമോ? ഓരോ അനുഭവങ്ങളും പലപ്പോഴും നമ്മെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും. എന്നാൽ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമ്പത്തായിട്ട് നാം കാണുകയാണെങ്കിലുണ്ടല്ലോ, ഹല്ലേലൂയ, വീണ്ടും കർത്താവ് നമ്മെ പഠിപ്പിക്കും. ആയുഷ്കാലം മുഴുവൻ ഞാൻ പറയും, നമ്മൾ ബൈബിൾ കോളേജ് വിദ്യാർത്ഥികളാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ നമ്മളെ ബൈബിളും പഠിപ്പിക്കും. അതുപോലെ അതൊന്നുകൂടെ അടിവരയിട്ട് നമ്മൾ ഓർക്കത്തക്കവണ്ണം ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സസും തരും. ഇതെല്ലാം നമ്മളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന വഴിയാണെന്ന് കണ്ടുകൊള്ളണം. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെട്ടത് അല്ലേ. കർത്താവ് എപ്പോഴും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവാണ്. പ്രൈസ് ഗോഡ്. കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്തു. അത് സന്തോഷത്തിൻ്റെ ഭവനമാണ്. ആ സന്തോഷത്തിൻ്റെ ഭവനത്തിൽ വെളിപ്പെട്ടത് എന്തുവാ? ദൈവമഹത്വം. അല്ലേ. ലാസറിൻ്റെ വീട് മരണ വീടാണ്. അവിടെ വെളിപ്പെട്ടത് എന്തുവാ? ദൈവമഹത്വം. ഈ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നമ്മുടെ ആയുഷ്കാലം ജീവിപ്പാൻ തക്കണം ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ജീവിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവം, ഞങ്ങളുടെ കണ്ണുനീർ വേസ്റ്റായി പോകാതെ ഞങ്ങളുടെ ഇമോഷൻസ്, ഞങ്ങളുടെ ഫീലിങ്സ് നല്ലവണ്ണം മനസ്സിലാക്കി ഞങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് അതിന് ഹല്ലേലൂയ ഒരാശ്വാസം തരുന്ന ദൈവം,
അതിനൊരു വ്യത്യാസം തരുന്ന ദൈവം, ഞങ്ങളുടെ നല്ല ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിൽ എന്നും എന്നേക്കും ആശ്രയിപ്പാൻ തക്കോണം, ഞങ്ങളെ ജീവപര്യന്തം നടത്തുന്ന കർത്താവിൽ വിശ്വസിച്ച് മുന്നേറുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.